റഷ്യയിൽ നിന്ന് ലഭിച്ച ആയുധങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറിയിട്ടുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ നിന്നും വ്യത്യസ്തമായി ഇറാനും ഇസ്രയേലിനും ഇപ്പോൾ നടക്കുന്ന പോരാട്ടം അവരുടെ നിലനിൽപ്പിനായുള്ളതാണ്. അമേരിക്ക ഇതുവരെ ഇസ്രയേലിന് വേണ്ടി യുദ്ധമുഖത്ത് നേരിട്ടിറങ്ങിയിട്ടില്ലെങ്കിലും അമേരിക്കൻ ചേരിയുടെ വലിയ സാങ്കേതിക സഹായങ്ങൾ അവർക്ക് തീർച്ചയായും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ഒറ്റയ്ക്കാണ് പോരാടുന്നത്. സ്വയം നിർമ്മിച്ച ആയുധങ്ങളും മരണത്തെ ഭയക്കാത്ത സൈന്യവുമാണ് ഇറാന്റെ പ്രധാന കരുത്ത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇസ്രയേൽ നാണം കെട്ടുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആർക്കും തടയാൻ കഴിയില്ലെന്ന് ഇസ്രയേൽ ലോകത്തെ വിശ്വസിപ്പിച്ചിരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്താണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലുടനീളം പതിച്ചത്. അതേസമയം ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്ന് ഇറാൻ സൈന്യം വെളിപ്പെടുത്തി. ഇറാന്റെ മിസൈൽ ശേഖരങ്ങളെല്ലാം തന്നെ ഭൂഗർഭ അറകളിലാണ് എന്നതാണ് അവയെ സുരക്ഷിതമാക്കുന്നത്. കൂടാതെ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഒരു യുദ്ധവിമാനത്തിന് പോലും ആവശ്യമില്ലെന്നതും ഇറാനെ സംബന്ധിച്ച് യുദ്ധമുഖത്ത് ഒരു നേട്ടമാണ്.